വർഗീസ്, ഈ ബംഗ്ലാദേശിലെ സാഹചര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം സങ്കീർണമാകുകയാണ്. ഒരു മതരാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അത് പോകുന്നു. പക്ഷേ ആ രാജ്യം അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് അവാമി ലീഗിൻ്റെ ഭരണകാലത്ത്, ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തൊക്കെ അതിനൊരു ഇന്ത്യയോട് അടുപ്പം പുലർത്തുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഒരു പരിധിവരെ അതൊരു മതേതര സ്വഭാവം, അവിടെ ആ സമയത്തും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മതേതര സ്വഭാവം ഭരണത്തിലെങ്കിലും കൊണ്ടുവരാൻ ഷെയ്ഖ് ഹസീനയ്ക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അവിടെ പിടിമുറുക്കുമ്പോൾ ഭാരതത്തെ പോലെ ഒരു രാജ്യത്തിന് അത് കയ്യം കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ? അവിടേക്കൊരു നേരിട്ടുള്ള ഇടപെടൽ ഈ രാഷ്ട്രത്തിന് നടത്തേണ്ട കാലഘട്ടം അധികം വിദൂരമല്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ നേരിട്ടുള്ള ഒരു ഇടപെടൽ, ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നു എന്നത് വസ്തുതയാണ്. മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇന്ത്യ ഒരു എമർജിങ് പവർ മാത്രമല്ല, എസ്റ്റാബ്ലിഷ്ഡ് വേൾഡ് പവറാണ്. 1980കളും 90കളും 2000ങ്ങളുടെ ആദ്യ പകുതിയും പോലെയല്ല. ഇപ്പോൾ 2020കളുടെ മധ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തെ 4-5 വൻ ശക്തികളിൽ ഒന്നാണ് ഭാരതം. 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യക്ക് ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ ഇന്ത്യൻ ഡയസ്പോറയാണ്. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം അതൊരു ബഹുല സംസ്കാരമാണ്. ഹൈന്ദവ സംസ്കാരം മാത്രമല്ല, ഇസ്ലാം സംസ്കാരം മാത്രമല്ല, ഈ മൾട്ടി കൾച്ചറിസമാണ്. ആ ഒരു ഇന്ത്യൻ ഒരു ഡയസ്പോറ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്ത്യ എന്ന വിശാലമായ ഒരു ആശയം കൂടിയുണ്ട്. അതുകൊണ്ട് ലോകത്ത് എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ത്യൻ ജനത പീഡിപ്പിക്കുക എന്നത് മാത്രമല്ല, ഹൈന്ദവർ പീഡിപ്പിക്കുക എന്നത് മാത്രമല്ല, എവിടെയെല്ലാം ഡിവൈഡഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന രാജ്യങ്ങളിൽ അവിടെയെല്ലാം ഇന്ത്യക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഇന്ത്യ വളരെ ഉച്ചത്തിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വംശഹത്യ, അല്ലെങ്കിൽ ആ വാക്ക് തന്നെ ഞാനങ്ങ് ഉപയോഗിക്കുകയാണ്, സിസ്റ്റമാറ്റിക് ക്ലൻസിങ് ആണ്. ഇൻ ദ നെയിം ഓഫ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് അതാണ് ചെയ്യുന്നത്. ബംഗ്ലാദേശ് പൂർണ്ണമായി ഒരു മതരാഷ്ട്രമല്ല. അവരൊരു ഇസ്ലാമാണ് ഔദ്യോഗിക മതം എന്ന് പറയുമ്പോഴും അവിടുത്തെ ഭരണഘടനയിൽ സെക്യുലർ ക്രെഡൻഷ്യൽസ് എംബെഡഡ് ആണ്. പക്ഷേ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ബംഗ്ലാദേശിൻ്റെ സെക്യുലർ ഒരു പാരമ്പര്യം പൂർണ്ണമായി അട്ടിമറിക്കാൻ പക്ഷേ സാധിക്കുകയും ചെയ്യും. അവർക്ക് വേണമെങ്കിൽ സാധിക്കും. പക്ഷെ അതിലേക്കാണ് നീങ്ങുന്നത്. അതിന് ഇപ്പോൾ ശ്രീ ഗൗതം എന്നോട് ചോദിച്ചത്, ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ബംഗ്ലാദേശിനെ ഒരു സൈനിക നടപടിയിലൂടെ 1971 സമാനമായ ഒരു സൈനിക നടപടിയിലൂടെ ബംഗ്ലാദേശിൽ ഒരു പുതിയ ക്രമം കൊണ്ടുവരാൻ കഴിയുമോ? എൻ്റെ ഉത്തരം നിഷ്പ്രയാസം കഴിയും. പക്ഷേ അതിനുള്ള സമയമായിട്ടുണ്ടോ എന്നതാണ് വിഷയം. വളരെ എളുപ്പമാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ചിക്കൻ നെക്ക് 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു നാരോ പാസേജാണ്. അവിടം കട്ട് ചെയ്ത് കളയും. ചൈനയുമായി അടുത്ത് നിന്നുകൊണ്ട് ചിക്കൻ നെക്ക് കട്ട് ചെയ്താൽ നിങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങളുടെ സപ്ലൈ ഒന്നും എത്തില്ല എന്ന രീതിയിൽ ഇന്ത്യ നിരന്തരം ഒരുതരം ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ബംഗ്ലാദേശിൻ്റെ അല്പജ്ഞാനികളായ രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നു. അവരെയൊക്കെ രാഷ്ട്രീയക്കാരുടെ മത തീവ്രവാദികൾ എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. അവരെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ ഒരു വൺ അപ്മാൻഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുതിയതായ നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി ആയിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ ഇൻഖുലാബ് മഞ്ച് പാർട്ടി, അതായത് ഈ പറയുന്ന ഹാദിയുടെ പാർട്ടി, വധിക്കപ്പെട്ട ഹാദിയുടെ പാർട്ടി ആയിക്കൊള്ളട്ടെ, എല്ലാം തന്നെ ഇന്ത്യ വിരോധത്തിൽ നിന്നുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വിശാല ബംഗ്ലാദേശ് എന്ന ആശയം വരികയും അതിന് വളവും ഇട്ട് കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അന്നത്തെ ഒരു കണക്ക് തീർക്കണമല്ലോ. 1971 ഉണ്ടായ പരാജയത്തിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടി വീണ്ടും ഇന്ത്യയെ ഒന്ന് വിഭജിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ നന്ന്. അതിന് ചൈനയുടെ കൂടി സഹായം കിട്ടും. ചൈന അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ഭാഗമായി കാണുകയും ചൈനീസ് പേരുകൾ അരുണാചൽ പ്രദേശിൻ്റെ സിറ്റീസിനൊക്കെ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു 5 ഫിംഗർ പോളിസിയുടെ ഒരു ഭാഗമായി, ഒരു ഫിംഗറായി ഇന്ത്യയുടെ പ്രദേശമായ അരുണാചൽ പ്രദേശിനും സിക്കിമിനെയും ഒക്കെ കാണുന്ന ചൈനയുടെ പ്രവൃത്തിയെ വളരെ സ്നേഹത്തോടെ, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശും പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധരുമെല്ലാം കാണുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിൽ ഇടപെടണം എന്നാഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണ്. സൈനികമായി ഇടപെട്ടാൽ നിമിഷാർദ്ധം കൊണ്ട് ബംഗ്ലാദേശിൻ്റെ പക്ഷേ ധാക്കയിലേക്ക് ഇരച്ചു കയറാൻ കഴിയും. ചിറ്റഗോങ് പ്രവിശ്യയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിൽ നിന്നും വിടുവിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ ഇന്ത്യക്ക് ആക്സസ് ഉള്ള തുറമുഖമായി ചിറ്റഗോങ്ങിനെ മാറ്റിയെടുക്കാം. ചിറ്റഗോങ്, കോക്സ് ബസാർ,
റീജിയനെല്ലാം ഒരു സതേൺ ത്രിപുര മേഖലയിലാണ്. അത് ബംഗാളിലേക്ക് ആക്സസ് ഉണ്ടാകണമെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കടൽ മാർഗം ആക്സസ് ഭാരതത്തിന് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈ കരമാർഗമുള്ള സപ്ലൈ കട്ട് ചെയ്താൽ കടൽ മാർഗം സപ്ലൈ എത്തിക്കാൻ കഴിയണമെങ്കിൽ ആ പ്രദേശത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന തുറമുഖം ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആ രീതിയിലൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ ഇന്ത്യയുടെ മനസ്സിലുണ്ടാവാം. പക്ഷേ അത് പ്രാവർത്തികമാക്കിയാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന, പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രാപ്പിലേക്ക് ഇന്ത്യ വീഴുകയാണ്. അപ്പോഴാണ് കാശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ കണക്ക് തീർക്കാൻ കാത്തിരിക്കുകയാണ്. അവിടെ ഹൈപ്പർ ആക്റ്റീവ് ഇന്ത്യയുടെ ശ്രദ്ധ കിഴക്കൻ മേഖലയിലേക്ക്, ഏതാണ്ട് 4188 കിലോമീറ്റർ അതിർത്തിയാണ് ബംഗ്ലാദേശിനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഇന്ത്യക്കുള്ളത്. അത്രയും അതിർത്തി സംരക്ഷിക്കാൻ സേനാ വിന്യാസം നടത്തുകയും നമ്മുടെ ലോജിസ്റ്റിക്കൽ ശ്രദ്ധ മുഴുവൻ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് തിരികുകയും ചെയ്താൽ അനുകൂലമായ അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് കാശ്മീർ മേഖലയിൽ ഛിദ്രശക്തികളെ അഴിഞ്ഞാടാൻ വിടാം എന്ന പാകിസ്ഥാന്റെ മോഹം, അത് പൂവണിയാൻ ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല. അതുമാത്രമല്ല, ചൈനയെ കൂടെ ഈ രംഗത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും ആഗ്രഹിക്കുന്നുണ്ടാകാം. അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടാകാം. അപ്പോൾ ഇന്ത്യയെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒരു ആക്രമണകാരിയായി ചിത്രീകരിക്കാനുള്ള ഒരു കുൽസിതമായ ശ്രമമാണ് ഇത്. ഇന്ത്യ തിരിച്ചറിയുന്നത് കൊണ്ടാണ്, ഇന്ത്യക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല.